ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ വിശ്വാസങ്ങളും ജീവിത രീതികളും നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, കുടിയേറ്റം, മതം മാറ്റം, സാമൂഹികമായ അവബോധം എന്നിവയെല്ലാം ലോകത്തിലെ പ്രധാന മതവിഭാഗങ്ങളുടെ എണ്ണത്തിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു. അമേരിക്കയിലെ പ്രശസ്തമായ പ്യൂ റിസർച്ച് സെന്റർ 2010 മുതൽ 2020 വരെയുള്ള കാലയളവിലെ കണക്കുകൾ ആസ്പദമാക്കി തയ്യാറാക്കിയ റിപ്പോർട്ട് വരാനിരിക്കുന്ന ദശകങ്ങളിൽ ലോകത്തിന്റെ മതപരമായ ഘടന എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായ സൂചനകൾ നൽകുന്നു. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗം ക്രൈസ്തവരാണ്. ലോക ജനസംഖ്യയുടെ ഏകദേശം 28% വരുന്ന ഇവർ ആഗോളതലത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനിടെ ക്രൈസ്തവരുടെ എണ്ണത്തിൽ 12.2 കോടിയുടെ വർധനവുണ്ടായി. ഇതോടെ ലോകത്തിലെ ആകെ ക്രൈസ്തവരുടെ എണ്ണം 230 കോടി എന്ന സംഖ്യയിലേക്ക് ഉയർന്നു. പ്യൂ റിസർച്ച് റിപ്പോർട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തൽ മുസ്ലിങ്ങളുടെ വളർച്ചാ നിരക്കാണ്. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതവിഭാഗം മുസ്ലിങ്ങളാണ്. 2010-നും 2020-നും ഇടയിലുള്ള 10 വർഷത്തിനിടെ മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ 34.7 കോടിയുടെ വർധനവാണ് ഉണ്ടായത്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ മതവിഭാഗമായ ഹിന്ദുക്കളുടെ എണ്ണത്തിലും കഴിഞ്ഞ ദശകങ്ങളിൽ സ്ഥിരതയാർന്ന വർധനവുണ്ടായി. 12.6 കോടി വിശ്വാസികൾ വർദ്ധിച്ചതോടെ ആഗോളതലത്തിൽ ഹിന്ദുക്കളുടെ എണ്ണം 120 കോടിയിലെത്തി. ലോക ജനസംഖ്യയുടെ 14.9% ഹിന്ദുക്കൾ. ഹിന്ദു ജനസംഖ്യയുടെ 90%-ലധികവും ഇന്ത്യയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നേപ്പാൾ, മൗറീഷ്യസ് എന്നിവിടങ്ങളിലും ഹിന്ദുക്കൾക്ക് വലിയ സ്വാധീനമുണ്ട്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രൈസ്തവരും എണ്ണത്തിൽ വർദ്ധിക്കുമ്പോഴും മതമില്ലാത്തവരുടെ വിഭാഗം വലിയൊരു ശക്തിയായി വളർന്നു വരുന്നതും ശ്രദ്ധേയമാണ്.